ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം ഏകദേശം 5:30 രാവിലെ. നമ്മള് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോവാ. ഓഫ് ടു ബാംഗ്ലൂർ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പോകുന്ന വഴിക്ക് പറയാം. Let's go. ഹലോ, ഇപ്പോൾ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വി ആർ അബൌട്ട് ടു ഗോ ടു ബാംഗ്ലൂരു. ബോയ്സ്, വി ഗോട്ട് ദ ബോർഡിംഗ് പാസ്. ഇനി സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഫൈനലി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനിയും എന്ത് പരിപാടി എന്ന് വെച്ചാൽ വെറുതെ നോക്കിയിരിക്കണം. KFC. Ta-da! ബോയ്സ്, നമ്മളങ്ങനെ ഫുഡൊക്കെ അടിച്ചു. ഇനിയും അവിടെ പോയി വെറുതെ കുത്തിയിരിക്കേണ്ടി വരാനാണ് ചാൻസസ് കൂടുതലും. അവിടെ കിടക്കുന്ന ഒരു ഇൻഡിഗോ കാണത്തില്ല, എനിക്ക് കാണാം. അതാ കാണുന്നു ഗേറ്റ് 4, അതിനപ്പുറത്ത് കാണുന്നു ഗേറ്റ് 3. ഹിയർ ഗേറ്റ് 3. ഇനി എവിടെയെങ്കിലും പോയി വായി നോക്കിയിരിക്കാം. അവിടെ പോവാം. നമ്മളിവിടെ വന്നിരുന്നു. ഇപ്പോൾ ഒരു എമിറേറ്റ്സ് ലാൻഡായിരുന്നു, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ഗേറ്റ് 3. ഒരു എയർ ഇന്ത്യ വരുന്നുണ്ട്. ഇതല്ല എയർ ഇന്ത്യ, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. വരുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് വരുന്നു. അത് ടേക്ക് ഓഫിനാണ്. മേ ബി ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അതവിടെ നിന്ന് എടുത്തു. നമുക്കുള്ള ഫ്ലൈറ്റ് വരാനുള്ള ഏരിയ ആണിത്. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ മേ ബി ഇൻഡിഗോ കാണാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, പോയി, കാണത്തില്ല. ഞാൻ പറഞ്ഞ പോലെ മേ ബി ഇവിടെ ഇൻഡിഗോ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ആക്ച്വലി എൻ്റെ എയർ ഇന്ത്യയാണ്. ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. അത് മേ ബി ഒന്നെങ്കിൽ ടേക്ക് ഓഫിനായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. അടുത്ത ഇൻഡിഗോ. മേ ബി അത് ടേക്ക് ഓഫിനാവാനാണ് സാധ്യത. അവിടെ നിന്ന് തിരിയുന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫിനല്ല. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ഇൻഡിഗോയുടെ കാർഗോ ഒക്കെ. സോ അത് ഇങ്ങോട്ടല്ല, എനിക്ക് ഇനി അപ്പുറത്ത് ഗേറ്റുമാണ്. ഇനി അങ്ങോട്ടായിരിക്കും. അപ്പുറത്ത് ഗേറ്റ് ഉണ്ട്. സോ അവിടെ തിരിയുന്നു. ഞാനിപ്പോൾ ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ പല ആൾക്കാരും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ഓടും. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേണമെങ്കിൽ പല ആൾക്കാരും പറയും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൈസ ഉള്ളവർക്കേ പറ്റും. ആക്ച്വലി നമുക്ക് ബഡ്ജറ്റായിട്ട് നമുക്ക് ഒത്തിരി സ്ഥലത്ത് പോകാൻ പറ്റും. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ ഇത് പോകണം. ഞാൻ ആക്ച്വലി ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് എത്തിഹാഡ് എയർലൈൻസ് തൊട്ടെ കാണുമെന്ന് അറിയത്തില്ല. ഞാൻ സെൽഫി ക്യാമറയിലാണ് കാണിച്ച്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ പറ്റുന്നിടത്തെല്ലാം ഇപ്പോൾ പോകാറുണ്ട്. ഇനി ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം എത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മളൊരു റിവാർഡ് എപ്പോഴും കൊടുക്കണം. ആ റിവാർഡ് ആക്ച്വലി ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഒരു എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു റഷ് കൊടുക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടയേർഡ് ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചെറിയ പൈസക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകണം. വെറുതെ വീട്ടിൽ കുത്തിയിരിക്കരുത്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെറിയ ഡ്രീംസിനെ വലിയ ഡ്രീംസാക്കി മാറ്റാൻ പറ്റും. ആദ്യമേ ചാടിക്കയറി അവിടെ പോകണം അല്ലാന്നുണ്ടെങ്കിൽ വലിയ എന്തെങ്കിലും സാധനം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ. അങ്ങനെ ചെയ്യാതെ ചെറിയ ഡ്രീംസ് എന്താണോ അതങ്ങ് കവർ ചെയ്ത് തീർക്കാനായിട്ട് വലിയ ചിലവൊന്നും ആകത്തില്ല. മോട്ടിവേഷൻ. This is my first flight. Okay. So, excitement ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ ലെവൽ എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ
രസമുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്ന പോലെ ദാറ്റ്സ് സംതിങ് ദാറ്റ് വി വോണ്ട് ബി ഏബിൾ ടു റിയലൈസ്. നമ്മൾ എത്രയൊക്കെ പണിയെടുത്താലും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ സാറ്റിസ്ഫൈ ആക്കിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കടന്ന് റഷ് എടുക്കുന്നതനുസരിച്ച് നമ്മൾ ടയേർഡാവും. നമ്മളെ കൊണ്ട് ലേസി ആയിട്ടിരിക്കാനായിരിക്കും നമുക്ക് ആ ഒരു ടെൻഡൻസി വരിക. സോ നെവർ മൈൻഡ്. പിന്നെ മണി മാനേജ്മെൻറ്റ് വേണം. പക്ഷേ ഞാനിപ്പോൾ കുറേ മണി മാനേജ്മെൻറ്റ് ട്രൈ ചെയ്ത് വരുന്നുണ്ട്. കുറേ കൂടെ പോസിബിൾ ആക്കി വരുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമായിരുന്നു. ഇപ്പം വലിയ പ്രശ്നമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും മോട്ടിവേഷൻ. 1 മണിക്കൂർ ഇവിടെ ഇരിക്കണമല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്താണൊരു ഒരു നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നത് പൈനിയറോ ഇത് ഫ്ലൈറ്റാ. ഐ തിങ്ക് നമുക്കുള്ളതിൻ്റെ ടൈം ആയി എന്നാണ് തോന്നുന്നത്. ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്, എയർ ഇന്ത്യ. അത് ഇങ്ങോട്ടാണോ അല്ല ഇങ്ങോട്ടല്ല, അത് അവിടെ നിന്ന് തിരിഞ്ഞു. സോ ഇനി ഒരു 10-15 മിനിറ്റൂടെ കഴിയുമ്പോൾ ബോർഡിങ് തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഇവിടെ. പക്ഷേ വരാനുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഗൈസ്, നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്നു. വിസ്താരയാണ് ആക്ച്വലി. എയർ ഇന്ത്യ വിസ്താര എയർ ഇന്ത്യ ആയിട്ട് മെർജായല്ലോ. അതിപ്പോഴാണ് ഞാൻ ഓർത്ത്. ഞാനല്ല എയർ ഇന്ത്യ ഒന്നും വന്നില്ലല്ലോ. സോ ഇനി എന്തായാലും അങ്ങോട്ട് പോവാം. എപ്പോഴാണ് ബോർഡിംഗ് ടൈം ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക്. അതാണ് അലയൻസ് എയറിൻ്റെ ATR എന്ന് പറയുന്ന ഫ്ലൈറ്റ്. അതിൻ്റെ പ്രൊപ്പല്ലറുള്ള ടൈപ്പ്. ആക്ച്വലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. Gonna board my first flight. എൻ്റെ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് വ്യൂ. പക്ഷേ എൻജിൻ കാണൂല. പുഷ് ബാക്ക്. The panel above you. Pull the mask towards you. Cover your nose and mouth and breathe normally. Make sure your mask is not tight with water. Please note that the life vest is to be used or inflated only in case of emergency water landing, after authorization of a cabin crew, and not to be inflated or tampered with during a normal circumstances. Thank you for your attention. We are on the way to the runway. Yes.
never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ബാംഗ്ലൂർ. Singer Airlines Pakistan and पर ही बने Indian रहिए flight धन्यवाद. Ladies and gentlemen, we would like to remind all our customers to please remain. നമുക്കിനി ആക്ച്വലി ബാഗേജ് കളക്ട് ചെയ്യണം ഇവിടെ നിന്ന്. ലെറ്റ് us വെയിറ്റ് ഹിയർ. So finally we are here in Bengaluru. So here is our bus.
to Majestic. What the heck? Guys, we are here at Rajaji Nagar. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ഞാനിവിടെ വന്ന് ഇറങ്ങി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആക്ച്വലി എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട്. ലെറ്റ് മി കോൾ ദം. ഞാൻ വിളിച്ചു. ഇപ്പോൾ നമുക്കൊരു കോവർക്കിംഗ് സ്പേസിലോട്ട് പോകണം, ഒരു ഓഫീസ് സ്പേസിലോട്ട്. സോ ഇപ്പോൾ എനിക്ക് ലൊക്കേഷൻ കിട്ടും. പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം. ഫുഡ് കഴിക്കണം, ഭയങ്കര വിശപ്പ്. എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ലൊക്കേഷൻ വെച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഒരു 250 മീറ്റേഴ്സ് കൂടെ. സോ നമ്മൾ ആ വർക്ക് സ്പേസിലും ഒരു കോവർക്കിംഗ് സ്പേസാണ്. പിന്നെ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിനായിട്ടാണ് ഞാൻ ആക്ച്വലി മെയിനായിട്ട് ഇവിടെ വരാമെന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മുടെ സെയിൽസിൻ്റെ മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ. സോ കോവർക്കിംഗ് സ്പേസിൽ ചെല്ലുന്നത് ചെറിയൊരു ആവശ്യമുണ്ട്. സോ അവിടെ ചെന്നിട്ട് ഫുഡ് അടിക്കാൻ പോകണം. വിശന്ന് ഞാൻ ഓൾറെഡി ഇപ്പോൾ 2-3 തവണ പറഞ്ഞു തോന്നുന്നു. സോ ഫുഡ് അടിക്കാൻ പോകണം. So time ഇപ്പം 5:30 and we are here at Rajaji Nagar. Yes, we are here in Rajaji Nagar. Actually, ആ വീഡിയോ നിങ്ങളിപ്പോൾ ലാസ്റ്റ് കണ്ടേക്കുന്ന ആ ക്ലിപ്പ് ഇന്നലെ എടുത്തതാണ്. ഇന്നലെയാണ് നിങ്ങൾ കണ്ട വ്ളോഗിന്റെ എല്ലാ പോർഷൻസും നടന്നത്. പിന്നെ ഓൾറെഡി ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. വ്ളോഗിങ് എന്നുള്ളൊരു പരിപാടി നടന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വൈകിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. ഇവിടെ വന്നു, ആ വീഡിയോസ് എല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കി കുറേ നേരം. പിന്നെ ഉറക്കം വന്നു, കിടന്നു, കഴിച്ചു, അങ്ങനെ കിടന്നു. കുറച്ച് നേരം ഒന്ന് പുറത്ത് വരെ ഒന്ന് പോയി. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ദാറ്റ്സ് ഇറ്റ്. See you guys in next video. അതായത് ഇന്നത്തെ വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ.